ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. പാഞ്ഞാൾ പഞ്ചായത്ത് പരിധിയിൽ ആവർത്തിച്ചുണ്ടാകുന്ന കാട്ടാന ശല്യത്തിൽ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് SDPI പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുർഷിദ് ആവശ്യപ്പെട്ടു. പ്രദേശങ്ങളിൽ നിരന്തരം കാട്ടാന ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുകയാണെന്നും വിഷയത്തിൽ ഭരണസമിതി സ്വീകരിക്കുന്ന മെല്ലെപ്പോക്ക് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസം മുൻപ് പാഞ്ഞാൾ പഞ്ചായത്തിലെ 12ാം വാർഡായ ചെറങ്കോണത്ത് അലിയുടെ വീടിന് സമീപം കാട്ടാന ഇറങ്ങിയ സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ അതേ മുന്നണിയിലെ MLAയും MPയും ഉണ്ടായിട്ടും പ്രശ്നപരിഹാരത്തിനായി ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും വിവിധ വകുപ്പുകളുടെ മേൽ ഉത്തരവാദിത്വം ചുമത്തി മൗനം പാലിക്കുന്ന സമീപനമാണ് തുടരുന്നതെന്നും മുർഷിദ് ആരോപിച്ചു. സൗരോർജ്ജവേലി ഉൾപ്പെടെയുള്ള അടിയന്തര പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുർഷിദ് മുന്നറിയിപ്പ് നൽകി. 2 ദിവസത്തിന് മുമ്പ് ഈ പ്രദേശത്താണ് വന്യജീവിയായിട്ടുള്ള ആന ഇറങ്ങിയിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഈ നാശനഷ്ടങ്ങളുടെ പേരിൽ നിരന്തരം പഞ്ചായത്ത് അധികാരികൾ അവരിങ്ങനെ വന്ന് കണ്ടുപോവുക എന്നതിനപ്പുറം ഇതിന് കൃത്യമായൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പരാതിയായിട്ട് തന്നെ അധികാരികളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. കാരണം ആദ്യമായിട്ടല്ല പാഞ്ഞാൾ പഞ്ചായത്തിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇന്നലെ ചെറങ്ങോണം 12ാം വാർഡിൽ ഇറങ്ങിയിട്ടുള്ളത് മെയിൻ റോഡ്, നമ്മുടെ സംസ്ഥാന പാതയുടെ ഓരത്താണ് ആന ഇറങ്ങിയിട്ടുള്ളത്. ജനങ്ങൾ ഏകദേശം 8 മണിക്ക് ശേഷം ജനങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഞങ്ങളിപ്പോൾ ആ വീട് സന്ദർശിക്കാൻ പോയ സമയത്ത് ആ വീടിന്റെ മേൽക്കൂര ഏകദേശം പൂർണ്ണമായി നശിച്ച സാഹചര്യത്തിലാണുള്ളത്. ഇന്നിപ്പോൾ അവിടെ പോയപ്പോഴാണ് അവർ പറയുന്നത് ചെറിയ കൈക്കുഞ്ഞുങ്ങൾ പോലുള്ള സ്ഥലങ്ങളാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മാത്രമല്ല വയസ്സായ ആളുകൾ, വയോവൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. അവർക്ക് 8 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യം കൃത്യമായി അധികാരികൾ ഇടപെടണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ചേലക്കര പഞ്ചായത്തിലും ഇതേ സെയിം ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ MP വീടിന്റെ അടുത്ത് വരെ ആന ഇറങ്ങിയിട്ട് പോലും ഒരു അരങ്ങാപ്പാറ നയമാണ് ചേലക്കര മണ്ഡലത്തിലെ നേതൃത്വം എന്ന് പറയുന്ന MLAയ്ക്കും അതുപോലെ തന്നെ ചേലക്കര മണ്ഡലത്തിന്റെ ഉള്ളിലുള്ള ആലത്തൂർ MPയ്ക്കും ഉള്ളത്. ഇന്നലെ പഞ്ചായത്ത് നേതൃത്വങ്ങൾ ഇവിടെ വന്നുകൊണ്ട്, പഞ്ചായത്ത് അധികാരികൾ ഇവിടെ വന്നുകൊണ്ട് സന്ദർശിച്ചു പോയി എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് കൃത്യമായ ശാശ്വതമായ പരിഹാരമാണ് ജനങ്ങൾക്ക് ആവശ്യം. ഇത് ഏതെങ്കിലും ഒരു വീടിന്റെ മുകളിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാശനഷ്ടം വരുമ്പോൾ അധികാരികൾ ഇടപെടുന്നതിന് പകരമായിട്ട് ഇത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, വന്യജീവികളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തുനിന്നും അതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത്. വളരെ വ്യാപകമായിട്ട് തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു നഷ്ടം ഉള്ള രീതിയിൽ തന്നെയാണ് അവിടെ ആന ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും സാഹചര്യത്തിൽ ഈ ചേലക്കര അല്ലെങ്കിൽ ഈ പാഞ്ഞാൾ പഞ്ചായത്തിന്റെ പ്രാദേശികമായിട്ടുള്ള പല സ്ഥലങ്ങളും കൃത്യമായിട്ട് ഈ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിങ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ എ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.